ഇനി മുതൽ നമുക്ക് വെറുതെ വർക്ക് ചെയ്യണ്ട. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും ഒരു വൈബ് ക്രിയേറ്റ് ചെയ്താലോ. ഇപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണോ, ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, ക്യാൻഡിലൊക്കെ ലൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്നതിൽ ഒരു വൈബ് കണ്ടത്. അപ്പൊ നിങ്ങളൊരു മെയിൻ ക്യാരക്ടർ, അവിടുത്തെ ഒരു മെയിൻ ക്യാരക്ടർ പോലെ നിങ്ങളൊരു മൂവിൽ അഭിനയിക്കുന്ന പോലെയൊക്കെ പ്രിറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ലൈഫിനെ റൊമാൻറ്റിസൈസ് ചെയ്യാന്ന് വേണമെങ്കിലും പറയാം. അടുത്ത ഇനി നിങ്ങൾ പഠിക്കുവാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുവാണ്, അതിനിപ്പോൾ നിങ്ങളുടെ മൈൻഡ് കാമാക്കുന്ന രീതിയിലുള്ള ഒരു ലോഫി മ്യൂസിക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഒക്കെ ഇട്ട് ഒരു കോഫി ഒക്കെ വെച്ചിട്ട് ഒരു എസ്തറ്റിക് വൈബ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാട്ട് പാടിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുക്കറി ഷോയിൽ നിന്ന് കുക്ക് ചെയ്യുന്ന പോലെ വിചാരിച്ചിട്ട് കുക്ക് ചെയ്യാം. അതുപോലെ ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഒരാളെ ട്രെയിൻ ചെയ്യിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളാണ് അവിടുത്തെ മെയിൻ ക്യാരക്ടർ എന്നുള്ള രീതിയിലൊക്കെ പ്രിറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾ ജേർണലിംഗ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു ടീ, അതുപോലെ ബ്ലാങ്കറ്റ്, മൈൻഡ് കാമാക്കുന്ന രീതിയിലുള്ള റെയിൻ സൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വൈബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ റൊമാൻറ്റിസൈസിങ്ങിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മോർ വീഡിയോസിനും ട്രിക്സിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.